ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാറാണ്. നെല്ലിക്ക അച്ചാർ എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ അറിയാം. എന്നാലും ഞങ്ങളുടെ ആ രീതിയിൽ ഒരു അച്ചാർ ഉണ്ടാക്കി കാണിക്കുകയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. ഒരുപാട് സാധനങ്ങളൊന്നും തന്നെ നമുക്ക് വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്? നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നല്ല നെല്ലിക്ക കുറച്ചെടുക്കുക. അത് കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞ് തുടച്ചെടുക്കുക. അതിനുശേഷം ഒരു സ്റ്റീമറിലേക്ക് വെച്ച് നല്ലതുപോലെ ആവി കയറ്റിയെടുക്കുക. ഞാനിപ്പോൾ അപ്പച്ചമ്പിലേക്ക് വെച്ച് കൊടുത്തു. ഇനി അപ്പച്ചമ്പിൻ്റെ അടപ്പടച്ചു കൊടുക്കാം. ഇത് നന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എരിവിനാവശ്യമായ പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ടീസ്പൂൺ കായപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. എരിവൊക്കെ ആവശ്യത്തിന് എടുക്കുക. ആവിയിൽ വേവിച്ച നെല്ലിക്ക നമുക്കിനി ഇതൊന്ന് അടത്തിയെടുക്കണം. ഇതിങ്ങനെ കൈകൊണ്ട് അടത്തി കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഇങ്ങനെ എല്ലാ നെല്ലിക്കയും നമുക്ക് അടത്തിയെടുക്കാം. ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. നല്ലെണ്ണയിൽ തന്നെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക, അതാണ് നല്ലത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും ഒന്ന് പൊട്ടി വരുമ്പം എടുത്തു വെച്ച ഇഞ്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരുന്നുണ്ട്. ആ സമയം നമ്മൾ എടുത്തു വെച്ച കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച നമ്മളുടെ കായത്തിൻ്റെ പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും നമ്മൾ എടുത്തു വെച്ച നമ്മളുടെ മുളക് പൊടി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പം തീ വളരെ കുറച്ച് വെച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. അതിനുശേഷം നമ്മളെടുത്ത് വെച്ച നമ്മളുടെ നെല്ലിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ഫ്ലെയിം എപ്പോഴും കുറച്ച് വേണം വെക്കാൻ. അത് ഒക്കെ കിടന്ന് ചാറൊക്കെ ഒന്ന് കുറുകി വരണം. അതുവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുന്നു. പറയാൻ മറന്നുപോയതാണ്, കുറച്ച് വിനാഗിരിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 2 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുക. അത് നെല്ലിക്കയുടെ അളവനുസരിച്ച് വിനാഗിരിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. എരിവും പുളിയും ഉപ്പും എല്ലാം എല്ലായിടത്തും പിടിക്കുന്നവരെ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഏകദേശം ചാറ് കുറുകി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ചാറ് കുറുകി വരുന്നതുവരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ചാറ് കുറുകി കിട്ടിയതിന് ശേഷം തീ ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി വെക്കാവുന്നതാണ്. അപ്പോൾ നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും പാത്രത്തിലേക്ക് മാറ്റി അടച്ച് വെക്കാവുന്നതാണ്. കുറേ കാലങ്ങളോളം ഇത് ഉപയോഗിക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. ഇനി ഇത് ഇവിടെ നിന്ന് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒരു ചില്ല് കുപ്പിയിലേക്ക് ഇത് മാറ്റുകയാണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അച്ചാറാണ്.
അപ്പോൾ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല ഒരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.